ഹായ് എവരി വൺ, വെൽക്കം ടു AM ഫുഡ് കോർട്ട്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഷ്രംപ് ആൽഫ്രെഡോ നൂഡിൽസ്. നമുക്കിവിടെ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. ഷ്രംപ് 1 കിലോ ഉണ്ട്. ഇത് ഗാർലിക്, ജിഞ്ചർ, ലെമൺ, കോൺസ്റ്റാർച്ച്, ഹെവി ക്രീം, സീസൺ സാൾട്ട്, ബ്ലാക്ക് പെപ്പർ, സാൾട്ട്, പാഴ്സലി, പാസ്ത നൂഡിൽസ്. അപ്പോൾ നമുക്ക് ആദ്യം ഷ്രംപ് സീസൺ ചെയ്യാം. സാൾട്ട് 1/2 ടീസ്പൂൺ, ബ്ലാക്ക് പെപ്പർ 1 ടീസ്പൂൺ, ഗാർലിക് 1 ടേബിൾ സ്പൂൺ, ginger 1 ടേബിൾ സ്പൂൺ, സീസണിങ് സാൾട്ട് 1 ടീസ്പൂൺ, കുറച്ച് ലെമണിൻ്റെ ഈ സ്കിന്ന് നമുക്ക് ഇടാം. ഇനി ലെമൺ ജ്യൂസ് കുറച്ച് ഒഴിക്കണം. ഹാഫ് മതി, ഹാഫ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്യാം, മാരിനേറ്റ് ചെയ്യാം. ഷ്രംപ് ഇവിടെ മാരിനേറ്റ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് ചെയ്യാം. ആ നേരത്ത് നമുക്കിനി പാസ്ത കുക്ക് ചെയ്യണം. ഇപ്പോൾ പാസ്തയ്ക്കുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിക്കണം. എന്നിട്ട് പാസ്ത ഇടാം. അപ്പോൾ ഷ്രംപ് ഇവിടെ മാരിനേറ്റ് സീസണിങ് പിടിച്ചിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമുക്കിതിനകത്ത് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്കത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് എണ്ണ ഒഴിക്കാം. അപ്പോൾ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഷ്രംപ് ഒരെണ്ണം എടുത്തിടാം. രണ്ട് സൈഡും നല്ലപോലെ ഗോൾഡൻ കളർ വരുന്ന പാകത്തിന് കുക്ക് ചെയ്തെടുക്കാം. പാസ്ത ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നായിട്ട് കട്ട കുടിക്കും. അപ്പോൾ ഷ്രംപ് ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ആ ഷ്രംപ് മറിച്ചിടാതെ ഷ്രംപ് ഇവിടെ റെഡി ആയിട്ട് നമുക്ക് ഇനി പ്ലേറ്റിലേക്ക് എടുക്കാവേ. പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്ട്രെയിൻ ചെയ്യാം. ഇനി നമുക്ക് അതിനുള്ള സോസ് ഉണ്ടാക്കണം, വൈറ്റ് സോസ് ഉണ്ടാക്കണം. ഇത് ഹെവി ക്രീമും ഞാൻ ഒരെണ്ണം വിട്ടുപോയായിരുന്നു പറയാനത്, പാർമസൻ ചീസും അതിനൊരു ചിക്കൻ പേസ്റ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് സോസ് ഉണ്ടാക്കാം. അതിന് ആദ്യം കുറച്ച് ബട്ടർ ഇടണം.
ബട്ടറുടെ വെനറ്റായിട്ടുണ്ട്. നമുക്കിനി ഗാർലിക് ഇടണം. 2 ടേബിൾ സ്പൂൺ ഗാർലിക് ഇടണം. അപ്പോൾ ഗാർലിക് ഇവിടെ ബട്ടർ മൂത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ക്രീം ഒഴിക്കാം. ഒരു ടീസ്പൂൺ സാൾട്ട്, 1 ടീസ്പൂൺ പെപ്പർ, ടു കപ്പ് പാർമസൻ ചീസ്, വൺ പാക്ക് ചിക്കൻ, പൗഡർ. അപ്പോൾ സോസ് അൽഫ്രെഡോ സോസ് ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇച്ചിരി കട്ടിയാവണം, തിക്കാവണം. ഞാൻ ശകലം കോൺസ്റ്റാർച്ച് ഒഴിക്കുക. അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യാം. ആദ്യം പാസ്ത നൂഡിൽസ് ഇടാം. ഇനി ഷ്രംപ്, ഇനി പാഴ്സൽ നല്ലോണം മിക്സ് ചെയ്യണം. ഇത് നല്ലപോലെ മിക്സ് ചെയ്യണേ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഷ്രിംപ് ആൽഫ്രെഡോ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യണം. ഇതൊരു നല്ലൊരു ഡിഷാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.